ഇല വെച്ചാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇതവർ കണ്ടവർ സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണേ. പറഞ്ഞത് കറക്റ്റാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇല പ്രിൻറ്റിങ് ചെയ്യുന്നത്. ഞാൻ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങും അല്ലാതെ നമ്മൾ തെർമോക്കോളിൽ ഷേപ്പ് കട്ട് ചെയ്തിട്ടുള്ള പ്രിൻറ്റിങ്ങും ബാക്കി എല്ലാത്തിലും പ്രിൻറ്റിങ്ങും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഇല പ്രിൻറ്റിങ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഒരു ബട്ടർഫ്ലൈയാണ്, ഇത് മോളുടെ ഒരു ബനിയനിലാണ് ഞാനിത് ചെയ്തത്. ഈ പ്രിൻറ്റിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്ലിക് കളറാണ്. അതെന്ന് വെച്ചാൽ ഡ്രസ്സിൽ നമുക്ക് ചെയ്താൽ അത് പോവത്തതുമില്ല. കൂടിയ കളറാണ് അക്ലിക് കളറ്. ഫാബ്രിക് പെയിൻറ്റിൻ്റെ കൂടിയതാണ് അക്ലിക് കളറ്. അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും നമ്മൾ ആ ഡ്രസ്സിൽ ആ കട്ടിയായിട്ട് തന്നെ ആ ഒരു കളർ കിടക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിപ്പം എനിക്ക് ബ്ലൂ കളറും ഡാർക്ക് ബ്ലൂ കളറും കൊണ്ട് ഇത് ചെമ്പരത്തി ഇലയാണ്, ഹിബിസ്കസിൻ്റെ ലീഫ് പ്രിൻറ്റിംഗ് ആണ്. അപ്പം അത് ഒരു ബട്ടർഫ്ലൈനെ ചെയ്യാനായിട്ടാണ് ഞാനത് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതിപ്പം ഞാൻ പ്രിൻറ്റ് ചെയ്തപ്പോൾ ആ കളറ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞ് നമുക്കൊരു ഔട്ട്ലൈൻ ആയിരുന്നു വേണ്ടുന്നത്. അല്ലാതെ ത്രൂ ആയിട്ട് നമുക്ക് ബ്രഷ് വെച്ച് ഔട്ട്ലൈൻ ഇടാം. പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടൊരു മറ്റൊരു മെത്തേഡ് ആയതുകൊണ്ട് പരീക്ഷിച്ചതാണ്. നമ്മൾ സാധാരണ ഞാനിത് പേപ്പറുകളിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം നേരിട്ട് ഡ്രസ്സിലോട്ട് ചെയ്യാനാണ്. ഇതിപ്പം നമ്മൾ ആ പ്രിൻറ്റ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് ഇതിപ്പം വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. ചെമ്പരത്തിയുടെ വലിയ ചെമ്പരത്തി പൂവിൻ്റെ വലിയ ഇല നോക്കി ഒരില അത് തന്നെ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഒരേപോലെ വെച്ച് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം 2 ചെറിയ ലീഫും കൂടി, അതായത് ഒരു ലീഫ് എടുത്താൽ മതി ചെറുത്, ഒരു വലിയ ലീഫും ഒരു ചെറിയ ലീഫും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഡാർക്കും ലൈറ്റും ബ്ലാക്കും കളർ ചെയ്ത് നമുക്കതിൻ്റെ ഔട്ട്ലൈൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബട്ടർഫ്ലൈ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബനിയൻ്റെ അകത്തോട്ട് ഒരു ബൈൻഡോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഷീറ്റോ അതിൽ വെക്കുകയാണെങ്കിൽ ആ പ്രിൻറ്റ് ചെയ്യുന്നത് മറുഭാഗത്ത് അത് അടയാളം വീഴാതെ നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഞാനിപ്പോൾ ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞ് ഇനി അതിന് ബട്ടർഫ്ലൈ ആക്കി എടുക്കാനായിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ചെയ്യുകയാണ്. അത് ഡാർക്ക് ബ്ലൂ ഇട്ട് അതിൻ്റെ ആദ്യമേ ആ ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ അകത്ത് കളർ, ഇതിപ്പം ബ്ലൂവും ഡാർക്ക് ബ്ലൂ ആണ് കളർ കരുതെങ്കിൽ ഇഷ്ടമുള്ള കളർ നമുക്ക് ചെയ്യാം. ആ ഒരു ലീഫിൽ ആ ഒരു ചെമ്പരത്തിയുടെ ഇലയിൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇത്തിരി അതായത് വെള്ളം യൂസ് ചെയ്യാതെ വേണം അതിൽ കളർ ഫില്ല് ചെയ്യാനായിട്ട്. വെള്ളം ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സിലോട്ട് വയ്ക്കും, അത് പെട്ടെന്ന് പടർന്ന് പിടിക്കും. അതുകൊണ്ട് വെള്ളം യൂസ് ചെയ്യാതെ കട്ടിക്കായിട്ട് തന്നെ കളർ വയ്ക്കണം. ഇതിപ്പോൾ ഔട്ട്ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ലീഫിൽ കളർ കുറഞ്ഞതിൻ്റെ പേരിലാണ്. അതുമില്ല, പ്രത്യേകിച്ച് ഈ ഒരു ക്ലോത്ത് പ്രിൻറ്റിങ് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ലൈറ്റായിട്ട് നമുക്ക് ഷെയ്ഡ് കിട്ടിയത്. എന്നാലും ആ ലൈറ്റായിട്ടുള്ള ഔട്ട്ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും വരയ്ക്കാതെ തന്നെ നമുക്ക് എളുപ്പമാർഗ്ഗമാണ് ഇത് ചെയ്യാനുള്ളത്. ഇത് പല മെത്തേഡിൽ ചെയ്യാൻ വേണമെങ്കിൽ നമുക്കിതൊരു ഫ്ലവർ ആക്കി എടുക്കാം. പക്ഷേ അതെല്ലാം ഒരേപോലത്തെ ചെറിയ ലീവ്സുകൾ വെച്ച് നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് ഫ്ലവർ ആക്കിയും എടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോണോ അങ്ങനെ വല്ലതും ഒട്ടിച്ചും അതിനെ ഡെക്കറേറ്റ് ഏത് രീതിയിൽ വേണമെങ്കിൽ ഈ ഫാബ്രിക് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഡ്രസ്സുകളിൽ, അതായത് പ്ലെയിൻ ഡ്രസ്സുകൾ വാങ്ങിച്ച് നമുക്ക് തന്നെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് നമുക്ക് നമ്മളെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റേതായ ഒരു പ്രത്യേകതകളുണ്ട്. നമ്മൾ ചെയ്യുമ്പം അതിൻ്റേതായ ഒരു സന്തോഷവും നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ്. ഇനി ആ ഒരു ഡാർക്ക് ബ്ലൂ ഇട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷമാണ് ആ ഒരു അതിൻ്റെ അകത്ത് കളർ ഫില്ല് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് കാണത്തക്ക വിധത്തിൽ പ്രിൻ്റ് ആയിക്കഴിഞ്ഞ് അപ്പോൾ ചെറിയ 0 പോയിൻറ്റിൻ്റെ ബ്രഷ് കിട്ടും. ഇത് 0 പോയിൻറ്റിൻ്റെ ബ്രഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ലൈൻ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ ലൈറ്റ് ബ്ലൂ കളറ് ഫില്ല് ചെയ്യുകയാണ്. ഇതിപ്പം 2 കളറും അതിൻ്റെ അകത്ത് വീണ്ടും
വൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഇടുന്നത്. ഇതിപ്പം ഡാർക്ക് കളർ ഇട്ട് കഴിഞ്ഞ് അതിനുശേഷം ലൈറ്റ് ബ്ലൂ ഇട്ട് കഴിഞ്ഞ് ഇനി ഒരു ബട്ടർഫ്ലൈ ആണ്. അതിന് വേണ്ടിയിട്ട് വെറുതെ ഇതാണ്ടില്ലേ സ്പോട്ടായിട്ടൊരു റൗണ്ട് കൊടുത്ത് ഇനി താഴെ വരെ അത് റൗണ്ട് ചെയ്ത് ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഇതാണ്ടില്ലേ അതിൽ കളർ മുക്കി എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം ഈ ഒരു ഇതിൽ നിന്ന് ഡ്രോപ്സ് തറയെ വീഴാതെ നോക്കിക്കൊള്ളണം. അതുകൊണ്ട് സിമ്പിളായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇപ്പം ഡ്രോയിങ് അറിയണമെന്ന് തന്നെ ഇല്ല, അറിയാത്തവർക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാനുള്ള എളുപ്പ മാർഗമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ടോൺ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ബട്ടർഫ്ലൈ ആകുമ്പം ഇനി അതിൻ്റെ അകത്ത് ഞാനിത് വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കൊണ്ട് ഒരു ലീഫിൻ്റെ അകത്ത് ആ ഒരു ഞരമ്പ് ചെയ്യുന്ന കണക്ക് നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ചെയ്യാം, അവിടെ റൗണ്ട് ചെയ്യാം. പക്ഷേ ആ ഒരു ലീഫിൻ്റെ ഞരമ്പ് പോലെ ഞാൻ വെറുതെ ലൈൻ വരയ്ക്കുന്നതേ ഉള്ളൂ. വെറുതെ ലൈൻ വരച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് ആ ഒരു എടുപ്പ്, ആ ഒരു വൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് നല്ലൊരു എടുപ്പ് വരുന്നില്ല. അതാണ് ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷനോടുകൂടി ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഓറഞ്ച് കളറിലെ ഡ്രസ്സാണ്. അപ്പം അതനുസരിച്ചുള്ള ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 ബട്ടർഫ്ലൈ ആണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ചെറിയ 2 ബട്ടർഫ്ലൈ വേണമെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് വേണമെങ്കിൽ ചെയ്യാം. വെറുതെ ഒരു ഔട്ട്ലൈൻ വരച്ചതേ ഉള്ളൂ. നല്ല ആ ഒരു ഡാർക്ക് കളറ് നല്ലൊരു എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നും. നമ്മളാണ് ചെയ്തെന്ന് പോലും തോന്നാത്ത വിധത്തിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു എഫേർട്ടും എടുത്തില്ല. കണ്ടില്ലേ, മനോഹരമാക്കിയുള്ളൊരു ഡിസൈൻ ആക്കിയെടുത്ത്